സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രായനെ വിടാൻ പോവാണ്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ മഴച്ചാറുകളുണ്ട്, അതൊന്നും വിഷയമാക്കുന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് വിടാൻ പറ്റിയില്ല, അന്ന് നല്ല മഴക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ മഴക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയുന്നേ ഉള്ളൂ, ഓവർ പെയ്യൂല. അപ്പോൾ നമുക്കൊന്ന് വിട്ടു നോക്കാം, വേറെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് കാലാവസ്ഥ. ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ കാർമയൊക്കെ ഉണ്ട്, പക്ഷേ സൂര്യപ്രകാശം ഉണ്ട് ചെറുതായിട്ട്, പിന്നെ ഓവർ സീനില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പ്രായനെ വിട്ട് നോക്കാം. നമുക്ക് ഈ വല ഒന്ന് അങ്ങോട്ടാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വിടാൻ പോകുന്നത് ഇവര് രണ്ട് പേരെയാണ്. ഇതാണ് നമ്മളെ പ്രാവ്. ഓക്കെ, ഒരു പ്രാവ് ഇതാണ്, മറ്റേ പ്രാവ് ഇതാ. ഓക്കെ, എന്തായാലും നമ്മൾ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്, രാവിലെ കൊടുത്താണ്. ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ പ്രാവുകളൊക്കെ വായ്ക്കൂട്ടിലിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ വിട്ടിട്ടുണ്ട്, കുറച്ച് ഒരാഴ്ച പോലെ ആയിട്ടുണ്ട് വിടുന്നത്. അത്യാവശ്യം ടൈം കയറി വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത. അതായത് നമ്മൾ ഇന്നൊന്ന് വിട്ടു നോക്കാം, നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇത് പറക്കുന്നത്. അപ്പോൾ പറക്കാനുള്ള റെഡി ആയിക്കാണ്, ആകാശത്തേക്കൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറത്തുന്നതിന് മുമ്പ് ഞാൻ ഇച്ചിരി വെള്ളം കൊടുക്കണം. പിന്നെ മഴ ഉണ്ടായത് കൊണ്ട് പിന്നെ വെയിലില്ലല്ലോ ഓവർ, അതുകൊണ്ട് കിതയ്ക്കൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി കൊടുത്താൽ മതി, വെറുതെ പറക്കാത്ത അവസ്ഥ ആവണ്ട. ഫുള്ളും ഇങ്ങനെ അകിട് മൊത്തം വെള്ളമായാൽ ശരിയാവില്ല, പ്രാവ് പറക്കൂല. എന്തായാലും നമുക്ക് ഇവരെ ഒന്ന് ഇച്ചിരി വെള്ളം കൊടുത്തിട്ട് പറത്താം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും പ്രായനെ പറത്താം. വെള്ളമൊക്കെ കൊടുത്ത് സെറ്റാണ്. ഈ മൈക്ക് ഇവിടെ കൈമ പിടിച്ചിട്ട് ബുദ്ധിമുട്ടാകുന്നതിന് ഇവിടെ വെക്കട്ടെ. അപ്പോൾ നമുക്ക് പറത്തി കഴിഞ്ഞിട്ട് കൈമ പിടിക്കുക. അപ്പോൾ ഇത് പെൺപ്രാവാണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനത്തെ ഒരു ശരീരമാണ്. എന്തായാലും നമുക്ക് വിട്ടു നോക്കാം. മഴക്കാറുണ്ട്, എന്നാലും ഓവർ സീനില്ല. ഓക്കെ, വിടട്ടെ. ഓക്കെ, ഓല് പറഞ്ഞുണ്ട്. ഗൈസ് വിട്ട പാടങ്ങ് പോയിട്ടുണ്ട്. എന്താ അവസ്ഥ? അതാ ഓക്കെ ഗൈസ്, അതാ വരുന്ന. അത്യാവശ്യം ലോങ് അടിക്കുന്നുണ്ട് ഐറ്റങ്ങൾ. ഞാൻ 2-3 ദിവസം വിട്ടപ്പോൾ ഇങ്ങനെ ലോങ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓല് കയറി വരുന്നുണ്ട്, അതാ വരുന്ന. ഓക്കെ, ഓല് സെറ്റ് പിടിച്ചിട്ട് തന്നെയാണ് പറക്കുന്നത്, സീനൊന്നുമില്ല. അപ്പോൾ കുറേ ആയി നിങ്ങൾ പറയുന്നേ പ്രായനെ പറത്തുന്ന വീഡിയോ ഇടുന്ന്. അപ്പോൾ ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത്. കാർമയൊക്കെ ഉണ്ട്, എന്നാലും വിഷയമാക്കുന്നില്ല. ഓക്കെ ഓക്കെ, ഓല് ഇങ്ങനെ കയറി വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ക്യാമറയും പിടിച്ച് ഇങ്ങനെ തിരിയാനാവൂല, അതാണ് ഒന്നാമത്തെ ബുദ്ധിമുട്ട്. അത്യാവശ്യം നല്ല ബ്രീഡാണ് ആ പ്രാവ്, അതുകൊണ്ട് പറന്ന് തരുമെന്ന ഒരു 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കാത്തത്. പെട്ടെന്ന് തന്നെ ഞാൻ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴ ആയതുകൊണ്ടെങ്കിൽ പറത്താനൊന്നും പറ്റൂല വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് പ്രായനെ. ഓക്കെ, ഓല് അങ്ങ് സെറ്റ് പിടിച്ച് പറക്കുന്നുണ്ട്. ഫുള്ളും ആ ഭാഗത്തേക്കാണ് ഇങ്ങനെ കളിക്കുന്നത് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങോട്ട് വരുന്നത് കുറവാണ് കളത്തിലേക്ക്.
അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി കളിക്കുന്നുണ്ട്. ഓക്കെ, പുലി കയറി പോകുന്നുണ്ട്. എന്തായാലും ഈ ഐറ്റില്ലാന്നോ നമ്മള് മെന്നാന്നൊന്നും വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ മഴ ആയതുകൊണ്ട് വിടാൻ പറ്റിയില്ല. അപ്പോൾ മെനിയാന്ന് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അതാണ് ഒന്നാമത്. പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് വന്നപ്പോൾ പ്രായനെ പെട്ടെന്ന് വിട്ടതാണ്. വീഡിയോ എടുക്കാനൊക്കെ ഇനിയും ടൈം വൈകുമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഇന്ന് പണിക്ക് പോയില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഇതാകണ്ടോ, അപ്പോൾ പ്രാവുകളതാ ഹൈറ്റ് കയറിപ്പോയിക്കാം. ക്യാമറ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ ക്വാളിറ്റി ഒക്കെ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രായനൊക്കെ മര്യാദയ്ക്ക് കാണാം. പുല്ലിങ്ങനെ ലോങ് അടിക്കുന്നുണ്ട്. എന്താ കയറി പോകുന്നുണ്ട്. കുഞ്ഞന്മാരാണ്, അതുകൊണ്ട് ഇങ്ങനെ ഹൈറ്റ് കയറി പോവും. അപ്പോൾ ഒരു മഴക്കാറൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇറക്കണം. ഫോക്കസ് ആവുന്നില്ല, അതെന്താണെന്ന് അറിയില്ല. ഓക്കെ, ഫോക്കസ് ആയി. പുല്ലിങ്ങനെ കയറി പോകുന്നുണ്ട്. എന്തായാലും കൂടുതൽ നേരം ബോറടിപ്പിക്കുന്നില്ല. കുറച്ച് പ്രാവ് പറക്കുന്നൊക്കെ കണ്ടിട്ട് പിന്നെ നമുക്ക് പ്രാവ് കുറച്ച് നേരം താന്ന് പറക്കുമ്പോൾ ഒക്കെ കാണിച്ചു തരാം. എന്തായാലും ഒരു ഫോമിൽ പറന്ന് പോകുന്നുണ്ട് ഹൈറ്റ് കയറിയിട്ട്. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മളെ കുഞ്ഞന്മാരതാ ഹൈറ്റ് കയറിപ്പോയിക്കുക. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പ്രാവുള്ളത്. സൂം ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും എത്ര ഹൈറ്റിലാണെന്ന്. അത്യാവശ്യം അങ്ങ് കയറി പോകുന്നുണ്ട് പ്രാവ്. ഇപ്പോൾ പ്രാവ് പറന്നിട്ട് അധികം സമയമൊന്നും ആയില്ല, ഏകദേശം ഒരു 5-10 ആയിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, 8 മിനിറ്റ് ആയിട്ടുള്ളൂ പ്രാവിനെ വിട്ടിട്ട്. 8 മിനിറ്റും 22 സെക്കൻഡും. പെട്ടെന്ന് നമുക്ക് പ്രാവ് ഹൈറ്റ് കയറി തന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കണ്ടോ, ഒരു ഇരുണ്ട എടുക്കുന്നുണ്ട്. കാലാവസ്ഥ കുറച്ച് മോശമാണ്, എന്താ അറിയില്ല. മഴക്കാറ് വരുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. എന്നാലും ഉണ്ട് പ്രാവ്, മഴക്കാറൊക്കെ ഉണ്ട്. വിടാതെക്കാൻ പറ്റൂലല്ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിടാന്ന് പറഞ്ഞിട്ട് പിന്നെ ചടച്ചു ഇവിടെ മഴ പെയ്യുന്നു വിചാരിച്ചിട്ട്. അതേപോലെ ഇന്നും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നും വിടലുണ്ടാവില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് വിട്ട്. എന്തായാലും നമ്മളെ പ്രാവുകൾ അതാ ആണെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ്ടോ ഹൈറ്റ് കയറിപ്പിക്ക്. ആ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇങ്ങനെ കറങ്ങി കളിക്കുന്നത്. ഓക്കെ, നമ്മളെ കളത്തിലേക്ക് വരുന്നതൊക്കെ കുറവാണ്. പക്ഷെ നല്ല ടോപ്പിലാണ്. ഇതാണ് മാക്സിമം ഈ ഫോണിൻ്റെ സൂമിങ്. ഈ ഫോണിൻ്റെ മാക്സിമം സൂമിങ്ങിൽ ഇത്ര കാണുന്നുണ്ടെങ്കിൽ സൂം ഔട്ട് ചെയ്തുകൊണ്ടെങ്കിൽ പിന്നെ കാണൂല പ്രായനെ. ഇത്രയായിട്ടാണ്. എനിക്ക് പേടിയാകുന്നുണ്ട്, മഴക്കാറ് വന്നാൽ പോകുന്നൊരു ഡൗട്ട് ഉണ്ട്. എന്താവട്ടെ, പറക്കുന്ന പോലെ പറക്കട്ടെ. അതായത് നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഒരുത്തന്നെ അതാ പ്രാവും പറക്കുന്ന നോക്കിയിരിക്കുന്ന. പ്രാവ് എവിടെയാടാ? ഇതുവരെ കളത്തിലുണ്ടായിരുന്നു എന്നാ പറഞ്ഞ്. എന്തായാലും പ്രായനെ കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്തായാലും അതാ ഓക്കെ, അതാ വരുന്ന പ്രാവുകള്. ഓക്കെ, നല്ല ഹൈറ്റിലാണ് പറക്കുന്നത്. ആ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇങ്ങനെ വട്ടം ചുറ്റുന്നത്. എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ സമയം എത്രയായെന്നൊന്ന് നോക്കട്ടെ. ഓക്കെ, 24 മിനിറ്റ് ആയിൻ്റെ പ്രാവ് പറക്കുന്നത്. ഏകദേശം 1/2 മണിക്കൂർ ആവാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതാ നമ്മളെ കളത്തിലേക്ക് വന്നിട്ടുണ്ട് പ്രാവ്. ഫോക്കസ് ആകാത്ത വലിയൊരു സീനാണ്. ഓക്കെ, മാക്സിമം സൂമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് പ്രാവുള്ളത്. മേഘമായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഒന്നാമത് പ്രാവിൻ്റെ കളർ വെള്ളയാണ്, അതാണ് സീന്. എന്തായാലും ഏകദേശം 25 മിനിറ്റ് ആയിൻ്റെ. എന്തായാലും കുറച്ചുകൂടി പറന്നോട്ടായിട്ട് ഞങ്ങൾ. നമ്മളെ പ്രാവുകൾ നല്ലോണം താവുന്നുണ്ട്. അത്യാവശ്യം താവുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, 2 ദിവസം വിടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കതച്ചുണ്ടാവും. അത്യാവശ്യം നല്ലോണം താന്ന് വന്നിട്ടുണ്ട്.
2 പ്രാവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നിനെ കാണുന്നുള്ളൂ. ഓക്കെ, അതാ വരുന്ന മറ്റേത് ലോങ് അടിച്ച് വരികയാണ്. എന്തായാലും ഈ സമയം പോരാ, നമ്മളെന്തായാലും 1 മണിക്കൂർ ആക്കിയതാണ്. 1 മണിക്കൂർ ആയില്ല, 58 മിനിറ്റ്. അപ്പോൾ ഇപ്പോൾ 38 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മളെ എല്ലാവരും ഒരു പ്രായനം കൂടി നമ്മൾ കയറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ടൈം കയറാനാ ടൈം കയറിക്കോട്ടെ. എന്തായാലും ഓല ഫോം കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് വേറൊരു പ്രായനം കൂടിയോ അതിൻ്റെ കൂടെ വിട്ട് വെക്കാം. എന്നാൽ അതിനെ പിടിച്ചിട്ടൊന്ന് വൈക്കൂട്ടിലേക്ക് ഇടട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രാവാണിത്, സബ്ജിയാണ്. അപ്പോൾ ഓല് എന്തായാലും താഴ്ന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കയറ്റി കൊടുക്കാം നമുക്ക്. ഓക്കെ, അത് പറഞ്ഞുണ്ട്. ഓക്കെ, നമ്മളെ മറ്റേ പ്രാവുകളൊക്കെ അതാ താഴ്ന്നു വന്നിക്കാം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ വിട്ട പ്രാവ്, അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതിന് കുറച്ച് വെയിറ്റ് കൂടി പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള നമ്മളെ മറ്റേ കുഞ്ഞന്മാരൊക്കെ ബാക്ക് പറക്കുന്ന. വരെ ഫോം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല താന്നിട്ടാണ് പറക്കുന്നത്. നമ്മളെ പ്രാവത മറ്റേതിപ്പോൾ വിട്ടൊരു സബ്ജുണ്ട്, അത് ഇങ്ങനെ ഹൈറ്റ് കയറി വരുന്നേ ഉള്ളൂ. ഒരു മടിയാണ്, പെട്ടെന്നൊന്നും ഹൈറ്റ് കയറുന്ന പ്രാവല്ല അത്. അപ്പോൾ എന്തായാലും മിക്കവാറും ഓരോ കൂട്ടത്തിൽ കയറാനുള്ള സാധ്യതയുണ്ട്. വരുന്ന. ഓക്കെ, കുറച്ച് മുകളിലാണ് നമ്മളെ വെള്ളക്കുഞ്ഞന്മാർ. ഇതിപ്പോൾ മിക്കവാറും സബ്ജൻ്റെ അപ്പുറം കയറും. സബ്ജ അങ്ങനെ കയറി വരുന്നുണ്ട് ഹൈറ്റ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ട്രൈ ചെയ്യൽ ടൈം കയറ്റാൻ. അപ്പോൾ കണ്ടോ, താന്ന് വരുന്ന പ്രാവ് ഇപ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് കയറി. അപ്പോൾ വേറെ ഒരു പ്രാവിൻ്റെ ഫോമും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ പ്രാവ് നിന്ന് പറന്നോളൂ. കണ്ടോ, 3 പേര് ഇപ്പോൾ പറക്കുന്നത്. ഒന്ന് താന്നിട്ടും പൊന്തിയിട്ടുമാണ്, പക്ഷെ സീനില്ല. കണ്ടോ, ഇപ്പോൾ 3 പേരും കയറിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പ്രാവിനെ ടൈം കൂട്ടുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണും. പ്രാവ് ക്ഷീണിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രായനം കൂടി കയറ്റി കൊടുത്താൽ ആ ഫോമിലും കൂടി പറക്കും പ്രാവ്. അപ്പോൾ കണ്ടോ, 3 പേര് നല്ല ഫോം പറക്കുന്നത്. എന്തായാലും കുറച്ച് നേരം ഒരു പറക്കട്ടെ. ഇനി പോല് താന്ന് വരുമ്പോൾ എന്തായാലും വിട്ടിട്ട് ഇറക്കും. വേറെ പ്രാവില്ല വിട്ടെടുക്കാൻ. നമ്മൾ ഡ്രൈവർ പ്രാവിനൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇനി പോല് ഫോം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താത്താതല്ലാതെ വേറെ വഴിയില്ല. എന്തായാലും കണ്ടോ, ഒരു നല്ല ഫോമിൽ കയറി പോയിക്കുക. ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് നമ്മളെ രണ്ടാമത് വിട്ട പ്രാവാണ്. ഉണ്ടോ, അതാണ് എല്ലാത്തിനും എങ്ങനെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എൻ്റെ 3 പേര് ഫോം പറക്കുന്നത്. ഒക്കെ പോലെ എങ്ങനെ പറഞ്ഞോട്ടെ, വെറുതെ ലാഗാക്കുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവ് ഏകദേശം ഫോമൊക്കെ ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്. ചെതറി പറക്കുന്ന, അതായത് മിക്കവാറും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി സീനാക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ വിട്ടിട്ടിറക്കാണ്. അപ്പോൾ വിട്ടിട്ടിറക്കാൻ ഉപകാരം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രാവ് അങ്ങനെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ടൈം കയറ്റുമ്പോൾ വെട്ടിടുന്നവരെ പ്രാവ് പറക്കും. ഇതിപ്പോൾ ഇറങ്ങുന്ന സമയമായിട്ടുണ്ട്. ഞാനിപ്പോൾ വെട്ടിടാൻ കാത്തിക്കാണ് പ്രാവ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ടിടാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതൊന്ന് ആദ്യം മാറ്റാം. അപ്പോൾ നമ്മൾ പെൺപ്രാവിനാണ് പുറമിടുന്നത്. അപ്പോൾ വെട്ടിയിട്ട പ്രാവിനൊക്കെ ആദ്യം പുറമിടാം. അപ്പോൾ ഗൈസ്, ഏകദേശം പറന്നിറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം താന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രാവിനൊക്കെ വൈക്കൂടിൻ്റെ മുകളോട്ടാക്കി കൊടുക്കാം. ഓക്കെ, ഒരു പ്രാവ് ഇറങ്ങി. ഓക്കെ, നമ്മളൊരു റോസ് റിംഗ് ആണ്, ഒരു പെൺപ്രാവ് പോലെയുള്ള പ്രാവാണ്. ശരീരമൊക്കെ പെൺപ്രാവിനെ പോലെ ഉണ്ട്. പെണ്ണായിരിക്കും. നമ്മളെ മറ്റേ പ്രാവുകളാണ് ഇറങ്ങുന്ന. ഒന്ന് ഇറങ്ങുന്നു. അതിൻ്റെ തൊണാന്നറിയൂല, അതിൻ്റെ ഒപ്പം തന്നെ വാങ്ങി. ഓക്കെ, അത് ഇറങ്ങി.
ഇറങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇറങ്ങി. ഓക്കെ ഇങ്ങനെയാണ് ഞാൻ ഒറ്റച്ചവിട്ടാക്കിയ എല്ലാ പ്രാവിനെ. ഇപ്പോൾ ഒലമേലൊന്നും ഇരിക്കലില്ല പ്രാവ്, ഫുള്ള് ഒറ്റച്ചവിട്ടാണ്. അപ്പോൾ നമ്മളൊരു പച്ച റിങ്, ആണിനെ പോലെയുള്ള ഒരു പച്ച റിങ് ഉണ്ട്. അപ്പോൾ അതിന് നല്ല കിതപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മളെ സബ്ജക്റ്റ് നല്ല കിതപ്പുണ്ട്. കുറച്ച് ദിവസമായി വിട്ടിട്ട് സബ്ജനെ. ഇന്ന് ഞാൻ ടൈം കയറ്റാൻ വേണ്ടിയിട്ട് വിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മളുള്ള ആൺപ്രാവിനൊന്ന് പറഞ്ഞ് തുറന്നിടാം. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവുകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെള്ളക്കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയും വിടണം, മറ്റന്നാൾ റെസ്റ്റ് കൊടുക്കണം. അപ്പോൾ എന്തായാലും മഴൻ്റെ ഒരു സീനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പ്രാവിനൊന്ന് തുറന്നിട്ട്. ഇപ്പോൾ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ എല്ലാട്ടത്തിനെ പിടിച്ച് കൂട്ടിയിലാക്കണം. എന്തായാലും ഇതാ അപ്പോൾ കുഞ്ഞന്മാരതാ നമ്മളെ സ്റ്റാൻഡിമിലേക്കൊക്കെ പറന്ന് എയിമായി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ അടിച്ച് പറക്കാൻ പറ്റില്ല. അപ്പോൾ അത് താനെ അടിച്ച് പറക്കും. അപ്പോൾ താനെ അടിച്ച് പറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങിത്തരും. അത് എന്താ സ്റ്റാൻഡൊക്കെ പരിചയമാണ്. അപ്പോൾ ബാക്കി പ്രാവ് ഇങ്ങനെ വായ്ക്കൂടിൻ്റെ മുകളിലുണ്ടായതുകൊണ്ട് അടിച്ച് അങ്ങ് പൊന്തി പോകുന്ന പേടിയില്ല, ഇവിടെ തന്നെ ഇറങ്ങും. ഒരു പ്രാവശ്യം അടിച്ച് പറന്നിട്ടുണ്ടായിരുന്നു, അധികം പോയില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി പെട്ടെന്ന് തന്നെ ഇവിടെ വന്നിറങ്ങി. അതാണ് അവിടെ പോയിരുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ. വെറുതെ ലാഗാക്കുന്നില്ല. അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.